ഈശംശിയായി സ്തുതിയായിരിക്കട്ടെ. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനും ഇപ്പോൾ പരിശീലിക്കുന്ന ദിവസങ്ങളാണല്ലോ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? പരിശുദ്ധ അമ്മയുടെ ജീവിതം വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപ്തമാക്കിയ ജീവിതമാണ്. വിശ്വാസത്തിൻ്റെ വഴി നടക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? വിശ്വാസത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ പാതയാണ്, എന്നാൽ സഹനത്തിൻ്റെ വഴികളുമാണ്. പരിശുദ്ധ അമ്മയുടെ അടുത്ത് മാലാഖ പ്രത്യക്ഷപ്പെട്ട് നീ ഗർഭം ധരിച്ചിട്ട് പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ അത് വിശ്വാസത്തോടെയാണ് സ്വീകരിച്ചത്. വിശ്വാസത്തിൻ്റെ കൈകളിൽ അത് ഹൃദയത്തിൽ അത് ഏറ്റുവാങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന പരിശുദ്ധ അമ്മയ്ക്ക് കാണാൻ സാധിച്ചു. പുരുഷ സ്പർശനമേൽക്കാതെ ഒരു പുത്രനെ തൻ്റെ ഹൃദയത്തിലും ഉദരത്തിലും ഏറ്റുവാങ്ങാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധിച്ചു. എന്നാൽ അത്ഭുതങ്ങളുടെ ആ ജീവിതം ആരംഭിക്കുന്നത് നമുക്കറിയാം പിന്നെ സഹനത്തിൻ്റെ പാതയിലൂടെയാണ്. സഹനത്തിൻ്റെ പാതിലുണ്ട് പിന്നെ പരിശുദ്ധ അമ്മ സഞ്ചരിക്കുക. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ വിശ്വാസത്തിൻ്റെ വഴിയിലൂടെ പരിശുദ്ധ അമ്മ അത്ഭുതകരമായി ഒരു കുഞ്ഞിനെ തൻ്റെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ പരിശുദ്ധ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മ ഒരിക്കലും വിചാരിച്ചില്ല ഈ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുന്നത് കാലിത്തൊഴുത്തിലായിരിക്കും. ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് യേശുപിതാവിനോടൊപ്പം ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വരുമെന്നും പരിശുദ്ധ അമ്മ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധ്യതയില്ല. അതല്ലെങ്കിൽ ഗാഗുൽത്തായിൽ തൻ്റെ പുത്രൻ തൻ്റെ ജീവിതം ബലിയായിട്ട് പരമപിതാവൻ അർപ്പിക്കുമ്പോൾ കുരിശിൻ്റെ ചോട്ടിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ സഹിക്കുന്ന ഒരമ്മയായി മകനോടൊപ്പം വേദനിക്കുന്നതും സഹിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. വിശ്വാസത്തിൻ്റെ വഴികളെന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ പാതയാണെങ്കിലും സഹനത്തിൻ്റെ വഴികളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ വിശ്വാസത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. അത്ഭുതകരമായി ദൈവം നമ്മൾ വഴി നടത്തുന്നത് കാണാൻ സാധിക്കും. അത്ഭുതകരമായി ദൈവം നമ്മളെ രക്ഷിക്കുന്നത് കാണാൻ സാധിക്കും. എന്നാൽ ഈ അത്ഭുതങ്ങളുടെ പാത മാത്രം കണ്ട് വിശ്വാസത്തിൻ്റെ വഴി നമ്മൾ രൂപീകരിക്കരുത്. വിശ്വാസത്തിൻ്റെ വഴികൾ എന്ന് പറയുന്നതിൻ്റെ സഹനത്തിൻ്റെ പാത കൂടിയുണ്ട്. ഒരുപക്ഷെ വേദനിക്കുകയും സഹിക്കുകയും പരിത്യജിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ജീവിതവും കൂടി അതിൻ്റെ കൂട്ടത്തിലുണ്ട് എന്ന് നമ്മൾ കൂട്ടി വായിക്കണം. അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസത്തിൻ്റെ വഴിയിൽ നമ്മൾ സഞ്ചരിക്കുമ്പോൾ സഹനത്തിൻ്റെ പാതയിൽ, സഹനത്തിൻ്റെ വഴികളിൽ, ഒപ്പം അത്ഭുതങ്ങളുടെ വഴികളിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാൻ, പരിശുദ്ധരാമം ജീവിക്കുവാൻ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് വിശ്വാസം പരിശീലിക്കുവാൻ ഒക്കെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ എന്ന് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരട്ടെ. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ